അലിമുക്കിൽ നിന്നും പിടികൂടിയ പുലിയെ അച്ചൻകോവിൽ വനത്തിൽ കൊണ്ടുവിട്ടതിനെതിരെ വ്യാപകമായ പ്രതിഷേധം. അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. അച്ചൻകോവിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത പക്ഷം തുടർ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് CPIM ഏരിയ സെക്രട്ടറി P. സജി പറഞ്ഞു. ഭീഷണിയായിട്ടുള്ള പുലിയെ അടിയന്തരമായി അതിനെ കൂട്ടിൽ വെച്ച് പിടിക്കുകയോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജനങ്ങളുടെ ജീവിതത്തിന് സ്വത്തിനും സംരക്ഷണമൊരുക്കുകയും ചെയ്യാത്ത നടപടിയും ആണ് അധികാരികൾ ചെയ്യാതിരിക്കുന്നതെങ്കിൽ ഉജ്ജ്വലമായ തുടർ പ്രക്ഷോഭം നമുക്ക് നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുലിയെ സംബന്ധിച്ചിടത്തോളം പുലിക്ക് ജാതിയോ മതമോ പാർട്ടിയോ ഭേദമൊന്നുമില്ല. പുലിക്ക് ഒരു പാർട്ടിക്കാരെ അറിയില്ല. അച്ചൻകോവിലിൽ ജനവാസ മേഖലയിൽ തുറന്നുവിട്ട പുലി ഇപ്പോൾ ഭരണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരെ പിടിക്കാതിരിക്കില്ല. ഭരണമുണ്ടെന്നോ ഇല്ലെന്നോ പുലിക്കറിയില്ല. കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലുള്ള ആളിനെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിലുള്ള ആടിനെയും പശുവിനെയും വളർത്തുമൃഗങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയോ കോൺഗ്രസ്സുകാരെയോ പുലിക്ക് വ്യത്യാസമില്ലാത്ത പിടിച്ച് തിന്ന് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരെ തടയുകയോ കളക്ടർ വരണമെന്ന് പറഞ്ഞൊരു ഷോ കാണിക്കുകയോ ചെയ്യുകയല്ല നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് S. സുദേവൻ പറഞ്ഞത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. ജനജീവിതത്തിന് ബുദ്ധിമുട്ടായി ഒരു മനുഷ്യനെ അച്ചൻകോവിലിലെ ഒരു മനുഷ്യനെ പിടിച്ചു തിന്നതിന് ശേഷം നമ്മളെല്ലാം കൂടെ കൂടി ഉദ്യോഗസ്ഥരെ തടയുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അങ്ങനെ വരാതിരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ജാഗ്രത പുലർത്തണം, നിങ്ങൾ നടപടി സ്വീകരിക്കണം, അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. കളി തമാശയല്ല. S. സുദേവൻ പറഞ്ഞു, തമാശയല്ലത്, ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അലിമുക്കിൽ ആ പുലിയെ തുറന്നു വിട്ടപ്പോൾ നമ്മൾ പടത്തിലെല്ലാം കണ്ടതാണ്. ഇന്നലെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. ആ പുലിയുടെ ഒരു ശൗര്യം, പുലി ചാടുകയാണ്. നല്ല വിക്കാസിന്റെ അത്രയും കട്ടിയുള്ള പല്ലാണ് പുലിക്ക്. വളർന്നപ്പോ നല്ല തടിമാടനായ പുലിയാണ്. ഈ പുലി കൂട്ടിൽ നിന്ന് ശരവേഗതയിലാണ് പായുന്നത്. പുലി നൊന്തിരിക്കുകയാണ്. 2 ദിവസം കൂട്ടിലിട്ടതിന്റെ ഒരു ശൗര്യം അതിനുണ്ട്. അത് അച്ചൻകോവിലെ ജനവാസ മേഖലയിലാണ്. ആദ്യം മൂഴിയാർ ഉൾപ്പെടെയുള്ള വിദൂരമായ വനമേഖലയിൽ ആണ്, ജനവാസ മേഖല അല്ലാത്ത സ്ഥലത്ത് തുറന്നുവിടാനാണ് ആദ്യം ആലോചിച്ചത്. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് അത്രയും ദൂരം വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിടയിലേക്ക് കൊണ്ട് തള്ളിക്കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരു ജനവാസ മേഖലയിൽ നിന്ന് പിടിക്കുന്ന പുലി ആദ്യത്തെ ജനവാസ മേഖലയിൽ പിടിച്ചു വിടണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഒരിടത്തുനിന്ന് പിടിക്കുന്ന പുലിയെ ആൾപ്പാർപ്പില്ലാത്ത വിദൂരമായ ഉൾവനത്തിലാണ് കൊണ്ടുവിടേണ്ടത്. അല്ലെങ്കിൽ മൃഗശാലയിൽ നിങ്ങൾ കൊണ്ടുപോകും. അതിനു പകരം അലിമുക്കിൽ നിന്ന് പിടിച്ചു രക്ഷപ്പെടുന്നതിന് വേണ്ടി അച്ചൻകോവിലേക്ക് കൊണ്ടുവന്നു. അച്ചൻകോവിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തപ്പോഴും അച്ചൻകോവിലെ ഏതാണ്ട് ഉൾവനത്തിലാണ് അതിനെ തുറന്നുവിടുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വന്നപ്പോ അവർ കടന്നു വന്നപ്പോ റോഡ് മഴയായതുകൊണ്ട് പാലം ബ്ലോക്കായി റോഡിലൂടെ പോകാൻ വയ്യ. അപ്പോഴെന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ പുലിയെ തിരിച്ച് ഈ കൂട്ട് തുറന്നില്ലല്ലോ. അപ്പൊ മഴയാണ്, പോകാൻ വയ്യ. അച്ചൻകോവിലിന്റെ ഉൾഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വയ്യ. അങ്ങനെയാണല്ലോ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ജനം അന്നേരം ഇത് തുറന്നു കിട്ടിയതിനു ശേഷം പ്രശ്നം ഉണ്ടായല്ലോ. പ്രശ്നം ഉണ്ടായപ്പോ ജനത്തോട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെന്താ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെന്താ, അങ്ങോട്ട് പോകാൻ പറ്റാത്തത് മഴയായതുകൊണ്ട് റോഡ് മുഖാന്തരം ഞങ്ങൾക്ക് പാലം വഴി പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തുറന്നു വിട്ടത്. ശുദ്ധ മര്യാദകളല്ലേ ഇവർ പറഞ്ഞത്? ഇവിടെ പറയുന്ന ജനവാസ മേഖലയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ഒരുപാട് ആളുകൾ ദൈനംദിനമായി ഇറങ്ങി നടക്കുന്ന പ്രദേശത്ത് ഒരു പുലിയെ കൊണ്ട് തുറന്നു വിടുക എന്ന് പറഞ്ഞ എന്ത് കാട്ടാളത്തമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്? എന്ത് കിരാതമായ നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? അധികാരികൾ ഇതിന് ഉത്തരവാദിത്തം പറയണ്ടേ? ഇന്ന് 3-4 ദിവസം കഴിഞ്ഞു. മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. വേണ്ടിയില്ലല്ലോ, ഇവിടെ വന്നില്ലല്ലോ, ഇവിടെ ഇടപെട്ടിട്ടില്ലല്ലോ. ഫോറസ്റ്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ. തീർച്ചയായും ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ ഇത് ഗുരുതരമായ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഉജ്ജ്വലമായ സമരം സംഘടിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ല, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലേക്കും മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഈ അച്ചൻകോവിലെ ജനത ഒന്നാകെ കുത്തിയിരുന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം നേടുന്നതുവരെ ഈ പുലിയെ വീണ്ടും കൂട്ടിലടച്ച് ഉൾവനത്തിൽ എവിടെങ്കിലും കൊണ്ട് തുറന്നത് വിടുന്നതുവരെയുള്ള പോരാട്ടത്തിൽ അച്ചൻകോവിൽ ജനതയോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ നിങ്ങളോടൊപ്പം രാവും പകലും ഉണ്ടാകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി ഇവിടെ പറഞ്ഞു.
ആ സഖാവ് പറഞ്ഞതുപോലെ ഈ നമ്മുടെ ജില്ലയില്, നമ്മുടെ ഏരിയയില്, നമ്മുടെ മണ്ഡലത്തില് എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ഭയപ്പെടേണ്ട. ഇപ്പൊ ഞാൻ വന്ന് കുറച്ചു നേരം തന്നെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോ പലരും ഭയത്തിലാണ്. എങ്ങനെ കുട്ടികളെ വിടും? ഞങ്ങൾ രാത്രിയാണ് ചെങ്കോട്ടയിലൊക്കെ പോകുന്ന ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു സാധനം വാങ്ങിച്ചിട്ടൊക്കെ തിരിച്ചു. കുട്ടികൾ സഞ്ചരിക്കുന്ന വഴിയാണ് ശാസ്താ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ ഇതൊന്നും അറിയാതെ, അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. ടൂറിസ്റ്റ് മേഖലയായിട്ടുണ്ട്. കൊല്ലത്തു നിന്നൊക്കെ പിള്ളേർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ ഇവിടെ ഞായറാഴ്ചയൊക്കെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ഇത് ജനജീവിതത്തെ ബാധിക്കുന്ന, ഇത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. ഇത് മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ്. ഈ 2 വാർഡിലായി താമസിക്കുന്നവരുടെ മാത്രമല്ല, ഇവിടേക്ക് വരുന്നവരുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇടപെടണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അധികാരികൾ, സർക്കാർ ഇടപെടണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സമരസഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.